ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നേരം വെളുത്ത് വൈകുന്നേരം ഇത് ഞാൻ അറിഞ്ഞില്ല, അതുപോലെ തിരക്കായിരുന്നു. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരാളിത് എന്നെ ആനയിക്കാൻ വേണ്ടി വന്ന് എൻ്റെ ഒക്കത്ത് കയറി വന്നിട്ടാണ് ഞങ്ങൾ കുരിശ് വരയ്ക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കണ്ണ് വെട്ടിച്ച് പോണ കാരണം വാതിൽ ഫ്രണ്ടിലത്തെ ഫുൾ അടച്ചിട്ടിരിക്കുക, ഫുൾ ടൈം അടഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തുറന്ന് എന്താണ് അന്തരീക്ഷം, കാരണം ഇന്നലെ ഞാൻ ഓരോ പ്രാവശ്യം എണീക്കുമ്പോഴും മഴയുടെ ഒച്ചയാണ് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തായിന്നറിയാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ അവിടെ ഇങ്ങനെയാണ് വെള്ളം കാണാം കേട്ടോ. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് റൂമിൽ കയറിയപ്പോൾ രണ്ടാളും എൻ്റെ അടുത്തേക്ക് വന്നേക്കാം റൂമിലേക്ക്. ഇവർ രണ്ടുപേരാണ് വരുന്ന ആൾ കേട്ടോ. തോമ അങ്ങനെ ഓടി വരുമൊന്നുമില്ല, ചില സമയത്ത് ഓടി വരും. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരാണ് ഇങ്ങനെ നമ്മളെ വിളിക്കാനായിട്ട് ഉണർത്താനായിട്ട് വരുന്ന രണ്ടുപേര് കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണിൽ നോക്കിയപ്പോൾ ഇഡ്ഡലി സാമ്പാറും പിന്നെ ചമ്മന്തിയും വലിയ ഇഡ്ഡലിയും ഉണ്ട് കേട്ടോ. കുഞ്ഞിഡലിയും വലിയ ഇഡ്ഡലിയും. അപ്പോൾ കുഞ്ഞിഡലി സാമ്പാറിൽ ഇട്ട് വെച്ചേക്കാം, സാമ്പാർ ഇഡ്ഡലി പോലെ. അങ്ങനെ അതിട്ട് വെച്ച് അപ്പോൾ ഡിമ്പിളിനുള്ളത് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ചമ്മന്തിയാണ്, സാമ്പാറിനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടം എനിക്ക് ചമ്മന്തിയാണ്. പ്രത്യേകിച്ച് ഡിവൈൻ ഉണ്ടാക്കുന്ന പൊട്ടുകടല ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ പേരോട് റെസിപ്പി ചോദിച്ചു, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തല്ലേ. ഞാൻ ഡിവൈനോട് പറഞ്ഞിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാവർക്കും നല്ല ചുമയും തൊണ്ടയടപ്പുമാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, രാവിലെ ലവനും കുശനും ഇവരാണ് സെറ്റുകാർ. ഇവരിതേ പാഞ്ഞു തുടങ്ങി വണ്ടിയും ഇരുന്നിട്ട്. പാച്ചുവിന് ചാക്കോച്ചനെയും കാണാണ്ടിരിക്കാൻ പറ്റില്ല, ചാക്കോച്ചന് പാച്ചുവിനെയും കാണാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ബഹളം കേട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഓച്ചുവിനെ 3 പേരും കൂടി പഞ്ഞിക്കിടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, 3 ആളും കൂടി കഴിഞ്ഞാൽ ഇവരിൽ 4 പേരിൽ ആരാണ് ചെറുതെന്ന് തോന്നും. ഓച്ചു അവരുടെ കൂടെ നിന്ന് അവരോടൊപ്പം നിന്ന് അവരെക്കാൾ ചെറിയ ആളായിട്ട് കളിക്കും കേട്ടോ. എന്താ പറയുക, ഇതിനും കൂട്ട് നിൽക്കും മൂപ്പര്. ഡിവൈൻ്റെ കയ്യിൽ നിന്ന് നല്ല വഴക്കും ഒക്കെ കിട്ടും. അങ്ങനെ ഞങ്ങളുടെ രാവിലെ തൊട്ട് നമ്മളുടേതായ കാര്യങ്ങൾ ഇരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് നമ്മളുടെ അടുത്ത ഒരു സംഭവം. പോസ്റ്റ് ചെയ്യുന്ന വരെ ഞങ്ങൾ 3 പേരും എൻഗേജ്ഡാണ്. അപ്പോൾ കുട്ടികളുടെ കളിയും ബഹളം അവിടെ ഉണ്ട്. അപ്പോൾ 12:30 ആയപ്പോഴേക്കും ഫസ്റ്റ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഡിമ്പിളാണ് ഫുഡിൻ്റെ ഇൻചാർജ്. അപ്പോഴേക്കും ഡിവൈൻ മുകളിൽ പോയി അവിടെ അടിച്ചു വാരി ഒതുക്കാനൊക്കെ ആയിട്ട് പോയി. ഞാൻ കിച്ചണിൽ പതുക്കെ കയറി. അപ്പോൾ ഫുഡ് ഓൾറെഡി രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും മെഴുക്ക് വരട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോട്ടയം സ്റ്റൈലിലുള്ള മെഴുക്ക് വരട്ടിയാണ്. അങ്ങനെ തോമു എന്നോട് വന്നിട്ട് പറയാം, കണ്ണടച്ചിട്ട് സർപ്രൈസ് മുഴുവൻ തിന്നു എന്ന് പറഞ്ഞിട്ട്. അവന് ഭയങ്കര സന്തോഷം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ മുടി ഈ ആഴ്ച വെട്ടണം, യൂണിഫോം കിട്ടി, എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനി എന്താ പറയുക, സ്കൂൾ തുറക്കുക പോവുക എന്നുള്ളതാണ് അടുത്തൊരു അവൻ്റെ ഒരു ഇത് കേട്ടോ. അങ്ങനെ ഡിവൈൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുക എന്താണാവുമെന്ന്, സിപ്പപ്പ് കഴിക്കണതാണ്. അതായത് കുട്ടികളുടെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഡോണോ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ വരുമ്പോൾ മനസ്സിലാവില്ലല്ലോ. അങ്ങനെ ഇവരുടെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇവർ സുഖമായിട്ട് കിടക്കണം. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ 2 ആളും നല്ല കളിയാണ്. 3ാമത്തെ ആൾ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഓച്ചുവിൻ്റെ ചെറുപ്പമാണ് ചാക്കോച്ചന്. കാരണം ഇവർ 2 പേരും ഫോണിൽ അങ്ങോട്ടും സംസാരിച്ച് ഓരോന്ന് അങ്ങോട്ട് കാണിച്ച് നിൽക്കുമ്പോൾ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒന്നെങ്കിൽ ഒരു കാർ എടുത്തിട്ട് കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു കവറിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടിട്ട് അത് അങ്ങോട്ടും എടുത്ത് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. അപ്പം 3 ആളും എന്താ പറയുക, ഭയങ്കര സൈലൻ്റായിട്ട് ഇന്ന് കുറേ സൈലൻ്റായിട്ടിരുന്ന ഒരു ദിവസമാണ് 3 ആളും കൂടി. അപ്പം ഞാൻ പറയും, മക്കളെയൊക്കെ തല്ലിവിടാൻ പാടില്ല, ഒച്ചയും ബഹളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവർക്ക് ഓരോ പ്ലേസാണ്, ഓരോരുത്തർക്കും ഓരോ പ്ലേസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തല്ലൂട്ടാണ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ഞാൻ വന്ന് എല്ലാം കഴിഞ്ഞ് വന്നതായി ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ അവൻ്റെ മറ്റേ വീഡിയോ ഗെയിം കൊണ്ടുവന്നിട്ട് അത് ഫോണാണെന്ന് പറഞ്ഞിട്ട് അക്കീനെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് തൊയിലും തന്നില്ല. അപ്പോൾ ഞാൻ വേഗം അതിൽ നിന്ന് തന്നെ അക്കീനെ വിളിച്ചു. അപ്പോൾ അവന് സംസാരിക്കണം. അത് കഴിഞ്ഞ് പേപ്പറിനെ വിളിക്കുക. അപ്പോഴാണ് പാച്ചുവിനൊരു പൂതി. പാച്ചുവിന് ശരിക്കറിയാം ഇത് വീഡിയോ ഗെയിമാണെന്നൊക്കെ അറിയാം. എന്നാലും ചാക്കോച്ചൻ്റെ പ്രായത്തിലേക്ക് ചില സമയത്ത് അവൻ കീഴ്പ്പെട്ടയ്ക്ക് വരും കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ എന്നെക്കൊണ്ട് ഫോൺ വിളിയാണ്. ഓച്ചുവിനെ അക്കീനെ വിളിപ്പിക്കുക. പിന്നെ പോരാത്തതിന് റോസമ്മയും തക്കുടും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും വിളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അങ്കാണ് കേട്ടോ. അങ്ങനെ ഡാഡി ഉച്ചകാലത്തെ പോസ്റ്റിങ്ങിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പ്ലേറ്റ് ചെയ്ത് വന്ന സാധനങ്ങൾ ഇന്ന് സെൻഡ് ചെയ്യണത്. നല്ല മറ്റേ വലിയ സാൻഡ് സ്റ്റോണിൻ്റെ കമ്മൽ,
ഇത് തന്നെ സെയിം ലോക്കറ്റും വന്നിട്ടുണ്ട് വലുത് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊക്കെ സാധാരണ സൈസ്, അതായത് ചെറുത്, അതിൻ്റെ വലുത്, പിന്നെ ഏറ്റവും വലുത്, അങ്ങനെ 3 സൈസിലാണ്. പിന്നെ വള 2 പാറ്റേൺ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഓവലും റൗണ്ടും. ഇനിയിപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ഏകദേശമൊക്കെ അറിയാം. എല്ലാ ദിവസവും ഞാൻ നിങ്ങളിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും കാണാപ്പാടാണ്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിട്ട് അയച്ചോളൂ. ഞാൻ അതിനുള്ള കുറച്ച് സമയം ഇടുന്നുണ്ട്, ഞാൻ സ്പീഡിലല്ല ഓർണമെൻറ്റ്സ് കാണിക്കരുത്. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള ചെയിനുമ്മേ കട്ടിയുള്ള മറ്റേ സ്റ്റാറാണ് കേട്ടോ, വല്ലാണ്ട് നേരിയതല്ല, അത്യാവശ്യം കട്ടിയുള്ള നല്ലൊരു മാലയാണ് ഇത്. നമ്മുടെ നേരിയ അരിഞ്ഞാണത്തുമ്മയുള്ള 3 മണി ഉള്ളത്, ഇത് അതിൻ്റെ തന്നെ 2 ലെയർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ. അപ്പോൾ ഞാനത് വേഗം അതൊക്കെ ഓക്കെ ആക്കി. ശരിക്കും ഇന്ന് 2:30 പോസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ കുറച്ച് ലേറ്റായി, എന്നാലും പോയി. അപ്പോൾ ആ സമയത്ത് അപ്പാപ്പൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വാശി പിടിച്ച് പിണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ മഴയുള്ള കാരണം അങ്ങനെ അവനെ കൊണ്ടുപോകാനും പറ്റില്ല, കൊണ്ടുപോയാലും പണിയാണ്. അപ്പോൾ അവന് കാറിൽ ഇരുത്തിയിട്ട് അങ്ങോട്ട് പോകാനും പറ്റില്ല, കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൂടെ അങ്ങനെ വിടാറില്ല കേട്ടോ. അങ്ങനെ 2:30 ആയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഫ്രീ ആയത്. അപ്പം ഞങ്ങളിവിടെ ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഇവരെ 3 പേരെ കാണാനില്ല. നോക്കിയപ്പോൾ അതാ നോക്കി എന്താ ചെയ്യണേന്ന് കംപ്ലീറ്റ് കുഷ്യനെടുത്ത് താഴെയിട്ടിട്ട് പറയാണ്, ഇത് എൻ്റെ ബെഡാണ്, ദിസ് ഇസ് മൈ ബെഡ്, ദിസ് ഇസ് അവർ ബെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമാണ്. 3 ആളും കൂടി നിരത്തിയിട്ടിട്ട് കിടന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കളികൾ കാണുമ്പോൾ എനിക്കപ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ 5 പേരുടെ ചെറുപ്പമാണ് കേട്ടോ ഓർമ്മ വരിക. ഡോണ്ടിയും ഡയോണ്ടിയും റോസയും അന്നയും ഡിംപിളും, ഓച്ചു എന്നല്ലേ പറയുക. ഇവർ 5 പേരുടെയാണ്. അപ്പോൾ ഓച്ചു കുറച്ചും കൂടി നീങ്ങിക്കും, ബാക്കി 4 ആളും ഇതുപോലെയുള്ള കളികളും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനത്തെ ഇതൊന്നുമില്ല, എന്നാലും താഴത്ത് ഇങ്ങനെ കിടന്ന് വർത്താനം പറയും. ഞങ്ങളുടെ ചെറുപ്പമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് റീക്രിയേറ്റ് ചെയ്ത പോലെ തോന്നും ഇവരുടെ ഈ ബഹളം കാണുമ്പോൾ. പക്ഷേ ഡോണും ഡയോണൊന്നും ഇങ്ങനെ ബഹളം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അന്ന ഇത്തിരി ചട്ടമ്പിയായിരുന്നു. അങ്ങനെ അപ്പോൾ അവർ 3 പേരാണ് ശരിക്കും ഈ സ്ഥാനത്ത് കാണുന്നത്. റോസയും ഭയങ്കര സൈലൻ്റ് ആയിരുന്നു, ഓച്ചും അങ്ങനെ വലിയ ബഹളങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് 2:30 ആയി കഴിഞ്ഞപ്പോൾ അതാ ഡിവൈനും മക്കളും കയറി. അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു കൊച്ചു പർച്ചേസിങ്, വേറൊന്നല്ല, നമ്മുടെ പാച്ചുവിന് സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ തോമൂനും, അപ്പോൾ ഞങ്ങൾ 2 സെക്ഷനായിട്ട് പർച്ചേസിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ചാക്കോച്ചനെ കൊണ്ടുപോകാൻ പറ്റില്ല, പിന്നെ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അവിടെ നല്ല മേളുണ്ടാക്കും ഹൈ റൂട്ടിലും ഇവിടേക്കൊക്കെ പോകുമ്പോൾ. പിന്നെ നല്ല മഴയാണ്. അപ്പോൾ വിചാരിച്ചു 2 സെക്ഷനായിട്ട് പോവാം. നാളെ ഡിവൈനും ഡോണും തോമൂനെയും കൊണ്ട് പൊക്കോട്ടെ, അല്ലെങ്കിൽ തോമൂനെയും ചാക്കോനെയും അക്കിയുടെ അവിടെ ആക്കിയിട്ട് അവിടെ റോസയുണ്ട്, സോറി. അപ്പോൾ അങ്ങനെ പോവാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പാച്ചുവിനെയും കൊണ്ടുപോകും. അപ്പോൾ പാച്ചു എന്തായാലും ഉറങ്ങും. അപ്പോൾ ഉറങ്ങണ സമയം കൊണ്ടൊരു സമാധാനത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഇത് കംപ്ലീറ്റ് ഒതുക്കി. അപ്പോൾ ഡിവൈനും കുറേ സാധനങ്ങൾ ഒതുക്കി വെച്ചിട്ടാണ് പോയത്, ബാക്കി ഡിംപിളും ഒതുക്കി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവർ ഡ്രസ്സ് മാറാൻ പോണോട് കൂടിയിട്ട് അപ്പോൾ ഡിവൈൻ ഭക്ഷണം കഴിച്ചിട്ട് കയറി. ഡോൺ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഞാൻ സാമ്പാർ ചട്ടിയിൽ വടിച്ചിട്ട് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം ചാറൊഴിച്ച് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതും പുഴുങ്ങിയ മുട്ടയും മറ്റേ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും പിന്നെ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു, നല്ല വെട്ടുമീനായിരുന്നു. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് ഞാൻ ഡിംപിളെല്ലാതും ഒതുക്കി പോയി. അതിന് ശേഷം ഞാൻ വേഗം കാപ്പി വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിനി ഇറങ്ങുകയാണല്ലോ. ഇറങ്ങി കഴിഞ്ഞാൽ കുട്ടികളുള്ളപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് വല്ല ചായ കുടിക്കാനോ ഒക്കെ കയറാനായിട്ട് ഭയങ്കര മടിയാണ്. ഇപ്പോൾ പോരാത്തതിന് നല്ല മഴയും. അപ്പോൾ ഞാൻ വേഗം കോഫി വെച്ചിട്ടാണ് ഞാൻ ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് പോയത് കേട്ടോ. അങ്ങനെ നല്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബ്രൂവിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം സൺറൈസായെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സൺറൈസിൻ്റെ കോഫിയാണ്. അപ്പോൾ ഡിവൈൻ പറയുന്നത് പ്രത്യേക ടേസ്റ്റ് മമ്മീന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ പാലിലല്ല കേട്ടോ ഉണ്ടാക്കുക, പാകത്തിനുള്ള പാലും വെള്ളവും പഞ്ചസാരയും പൊടിയും കൂടി ആകുമ്പോൾ അത് കറക്റ്റാവും. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഡിവൈൻ കുറേ മുമ്പ് എടുത്തു കൊണ്ടുവന്നൊരു ടോപ്പാണ് കേട്ടോ. ഇപ്പോഴൊന്നുമല്ല, കുറേ മുമ്പ് XXL ഞാൻ ഫസ്റ്റ് ഇട്ട് തുടങ്ങിയത് ഈ സമയത്താണ്. ഇപ്പോഴൊക്കെ XXL, പക്ഷേ എനിക്ക് വയറിൻ്റെ അവിടെ കൊണ്ട് ഭയങ്കര ഫിറ്റാണ്. അപ്പോൾ ഇത് പറയാമായിരുന്നു, നല്ല ഭംഗിയുണ്ട് മമ്മിക്ക്, ഇത് ഭയങ്കര അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടോപ്പാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ എടുത്തതാണ് കേട്ടോ ഫോട്ടോ. അപ്പോൾ ഞാൻ നിന്ന് കൊടുത്തു. എനിക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ഫോട്ടോസ് വളരെ കുറവാണ്, തമ്മിലും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. എന്നാൽ പിന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ പുറപ്പെട്ടു. അപ്പോൾ ഡാഡിയും ഞാനും ഡിംപിളും പാച്ചും കൂടിയിട്ടാണ് പോണേ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ തീരുമാനിച്ചു, ഫസ്റ്റ് നമ്മുടെ എവിടേക്കാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഫസ്റ്റ് നമുക്ക് സീമാസിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കാരണം
എനിക്ക് ഒരു 2 നൈറ്റി കൂടി എടുക്കണം എന്നുണ്ട്. നല്ല അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് നല്ല കോട്ടണായിരുന്നു. അപ്പോൾ അങ്ങനെ നെല്ലികുന്ന് പള്ളി വഴിയാണ് നമ്മൾ പോവുക. അപ്പോൾ ഈ മാസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ തുളസി പുണ്യാളുടെ അവിടെ കുർബാന ചെല്ലിക്കാനൊന്നും കാശ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നും ഓഫീസ് ടൈം കഴിഞ്ഞു, മിനിഞ്ഞാന്നും ഓഫീസ് ടൈം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡാഡിയുടെ കയ്യിലെങ്ങാനും കൊടുത്തയക്കാം. ഇനിയിപ്പോൾ നാളെ ഒരു ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ എഴുതി കൊടുത്ത് അവിടെ വയ്ക്കാം എന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ അതേ നമ്മുടെ ലൂർദ് പള്ളിയുടെ പള്ളി സ്കൂൾ പണി കഴിഞ്ഞിട്ട് എന്തൊരു ഭംഗിയാണ് പള്ളിയുടെ. അതേപോലെ തന്നെ ഈ കാണുന്നത് ലൂർദ് പള്ളി സ്കൂള് പുതുക്കി പണിതതാട്ടോ. അങ്ങനെ ഞങ്ങളിതാ സീമാസിലിറങ്ങി. പക്ഷേ എനിക്ക് സീമാസിൽ കയറിയെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ലോണം നല്ല കോട്ടൺ നൈറ്റികൾ കിട്ടി. പക്ഷേ ഈ പ്രാവശ്യത്തെ എനിക്ക് വലിയ ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ എടുത്തെങ്കിലും തിരിച്ചവിടെ വെച്ച് 2 എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ ഡാഡിക്കും ടീഷർട്ട് നോക്കി, പക്ഷേ എന്തോ എനിക്കൊരു തൃപ്തിയായില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് എഡു മാർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ എഡു മാർട്ട് എന്ന് പറയുമ്പോൾ ശക്തൻ്റെ ആ കോർണറിലുള്ളതാണ്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ റോസിൻ്റെ ഡാഡി ഉണ്ടോ, വലിയ ഡാഡിയുടെ ഇളയമ്മയുടെ വീടായിരുന്നു അവിടെ, പീച്ചിക്കാരൻ്റെ വീടെന്ന് പറയും. അവരുടെയാണ് ഇപ്പോൾ അപ്പുറത്ത് പെട്രോൾ പമ്പ്. ഈ ഭാഗമൊക്കെ അവിടെ അവരുടെ വീടായിരുന്നു. അങ്ങനെ അവിടേക്ക് എഡുമാട്ടിൽ കയറിയപ്പോൾ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ പോരാത്ത തിരക്ക്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം 1-2 സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. അവൻ വിചാരിച്ചു നേരെ ലുലുവിലേക്ക് പോകാം, അതാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടം നെസ്റ്റോണ് കേട്ടോ എപ്പോഴും. സാധനങ്ങൾ ഈ മറ്റേ എന്താ പറയുക, ബിസ്ക്കറ്റല്ല, മറ്റേ ഫ്രോസൺ ഫുഡ് വാങ്ങിക്കാൻ നെസ്റ്റോ ആണ് നല്ലത്. പിന്നെ പച്ചക്കറികൾ, പലചരക്ക് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ ബിസ്മിയാണ്. പിന്നെ ബിസ്ക്കറ്റുകൾ വാങ്ങിക്കാൻ എപ്പോഴും നല്ലത് ബിഗ് ബസാറിൻ്റെ റിലയൻസ് വന്നിട്ടില്ലേ, അതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ കയറിയപ്പോഴാണ് ഡോളിച്ചേന്ന് പറഞ്ഞിട്ട് വിളിച്ച് വന്നപ്പോൾ ഞങ്ങൾ എന്താ പറയുക, കാലങ്ങളോളം ഒന്നിച്ച് ഞങ്ങൾ കണ്ണംകുളങ്ങരയിൽ പോകുന്നെങ്കിലും ഇവരുടെ തറവാട് അവിടെയുണ്ട്. അവിടുത്തെ ഒറ്റ മോളാണ് കേട്ടോ. 3 ആൺമക്കൾക്ക് കൂടിയുള്ള ഒരു കുഞ്ഞു പെങ്ങളാണ് സുജ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഫസ്റ്റ് കാണുമ്പോൾ സുജയ്ക്ക് ഒരു 3 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മളുടെ കല്യാണം കഴിഞ്ഞ് ഈ കൊച്ചായിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മോളെ കണ്ടിട്ടില്ല, സുജയെ കണ്ടിട്ടില്ല. ഇപ്പോൾ മോൾ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു, മോൻ MSWയിൽ പഠിക്കുക. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം, കുഞ്ഞു കുട്ടിയായിട്ട് കണ്ട അവളുടെ മക്കൾ ഇത്രയായി, അവൻ ബാങ്കിലാണ്, അവൻ റിട്ടയറായി എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക്. അപ്പം ഡിമ്പിളിനെ കണ്ടിട്ട് ആ മോള് പറയാം, അമ്മ അതാ ഡിമ്പിൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പം ഞാൻ പറയായിരുന്നു അങ്ങനെ കണ്ടു വന്ന കാരണം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ആ മോളെ ഒന്നും കണ്ടാൽ സുജയെ മനസ്സിലാവും, ആ മോളെ കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് വേറൊരു മമ്മിയും മോളും കൂടിയിട്ട് വന്നത് കേട്ടോ. ഇവർ ഈ പറഞ്ഞ പോലെ തൃശ്ശൂരുള്ളവർ തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഇവരല്ല, വരന്തരപ്പടി പറഞ്ഞത് വേറെ അവരാണ്. ഇത് ഞാൻ സ്ഥലം മറന്നു പോയിട്ടോ. അപ്പോൾ അവരും വന്നു. ആ മോളും ഈ നേഴ്സിങ്ങിന് പഠിക്കുന്നൊരു മോളാണ്. അപ്പോൾ അത് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാംഗ്ലൂരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ട് വായോ, ഇനിയിപ്പോൾ നേഴ്സ് കുട്ടികൾ നമ്മൾ പിന്നെ കാണുക കാനഡയിലോ UK അവിടെ ഇവിടെയൊക്കെയാണ് കാണുക. അങ്ങനെ ഭയങ്കര സന്തോഷമായി. കുട്ടികൾ നമ്മളുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. അങ്ങനെ ഞങ്ങൾ ബില്ലിടാനും കാര്യങ്ങൾക്കൊക്കെ, അപ്പോൾ പാച്ചുവാണെന്ന് ബില്ലിടാനായിട്ട് കൊടുക്കണ്ടായിരുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ഇടുമാർട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് വരന്തരപ്പള്ളി എന്നുള്ളൊരു ഫാമിലീനെ കണ്ടത്. ചെറിയ 2 മക്കളും ആ മോളും ഹസ്ബൻഡും കൂടിയിട്ടാണ്. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങളിതാ ഇറങ്ങി നല്ല മഴയാട്ടോ, നിൽക്കാത്ത മഴയാണ് ഇപ്പോഴും. അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ എവിടെയും ഇറങ്ങിയില്ല. ഞങ്ങൾ സ്നാക്സ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നമ്മുടെ ബജിക്കടയൊന്നും അവിടെ കാണാനില്ല. ഇവിടുന്ന് വഴി റോഡ് വീതി കൂട്ടുന്നതിന് പ്രമാണിച്ച് കുറേ ഭാഗങ്ങൾ കളഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ പെട്ടുപോയി തോന്നുന്നുണ്ട് ബജിക്കട. അങ്ങനെ കാലങ്ങളായിട്ടുള്ളതാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയപ്പോൾ ഗേറ്റ് ഓൾറെഡി തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7 കാലമായിട്ടോ ഞങ്ങളെത്തുമ്പോൾ. എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളൊന്നും വാങ്ങിയില്ല, എന്നാലും അത്യാവശ്യം വേണ്ടത് മാത്രമേ വാങ്ങിയുള്ളൂ. ഇനിയിപ്പോൾ നാളെ ഡിവൈനും ഡോണും പോകുമ്പോൾ ബാക്കി സാധനങ്ങൾ വാങ്ങിക്കും. പിന്നെ മാർക്കറ്റിൽ പോക്ക് ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ അതോടുകൂടിയാണ് പച്ചക്കറി സാധനങ്ങൾ വാങ്ങിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. കുട്ടികൾക്ക് അത്യാവശ്യം കഴിക്കാനുള്ള അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആലപ്പാട്ട് സ്റ്റോഴ്സിലേക്ക് പോയിട്ടോ. നമ്മൾ ജ്യൂസും ഇതൊക്കെ വാങ്ങിക്കുന്ന കടയിൽ, മെഴുകുതിരി സ്ഥിരം വാങ്ങിക്കുന്ന കട, അവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടേക്ക് എന്തൊക്കെ പോയി എന്നുള്ളത് ഡിമ്പിളുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇന്ന് ഡിമ്പിൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ജ്യൂസ്, കപ്പലണ്ടി മിഠായി, പിന്നെ കുട്ടികൾക്കുള്ള ലോലിപോപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. മെഴുകുതിരി ഒക്കെ അവിടെ നിന്ന് വാങ്ങിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞാൻ സാധനങ്ങളൊന്നും ഇറക്കിയില്ല. ലോളിപോപ്പ് മാത്രം ഓരോന്നെടുത്ത് പുറത്തേക്ക് വെച്ചുള്ളൂ.
കാരണം ഞാൻ പറയാറില്ലേ, സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇവരുടെ വക വലിച്ചിടില്ല. അപ്പോൾ ഇതേ ചാക്കോച്ചന് കോലുമിഠായി കിട്ടിയ സന്തോഷമാണ് ഈ കിടന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനെടുത്ത 2 നൈറ്റ്, ഒരു ബ്രൗണും ഒരു ഇങ്ങനെ കളറും. അപ്പോൾ എനിക്ക് എന്താ പറയുക, വലിയ ഇഷ്ടമൊന്നും കാരണം ഒരു പോളിസ്റ്റർ മിക്സാണ് സംഭവം, തനി കോട്ടൺ അല്ല. അപ്പോൾ ഡിവൈൻ എന്നോട് 2 എടുക്കണം എന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കും എടുക്കാൻ ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ കുട്ടിക്കായാലും അത് വലിയ ഇഷ്ടമാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, വന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് വേറെ എടുക്കാം ഡിവൈൻ്റെ ഇഷ്ടം പോലെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നൈറ്റിയുടെ കഫ്താൻ പാറ്റേൺ ഒക്കെ ഉണ്ട്. അപ്പോൾ പാച്ചുവിന് എന്തോ ഇഷ്ടമായില്ല. പാച്ചു പറയാം ഇഷ്ടമായില്ല മമ്മിയുടെ നൈറ്റ് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിൻ്റെയും കൈ ഒന്ന് തയ്ക്കും. കൈ ഭയങ്കര വലിപ്പവും. അപ്പോൾ ഞാൻ കൈയിൻ്റെ ലൂസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇട്ടതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അതൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കിടക്കണ നേരം വരെ അത് നടന്നിട്ടില്ല. അപ്പോൾ അത് ഞാൻ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ തേച്ചതും എടുത്ത് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ദേ ഇവിടെ ചാക്കോച്ചൻ വന്ന് നിൽക്കണ, ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ പോലെ ഇപ്പം എൻ്റെ പിന്നാലെയാണ്. എപ്പോൾ നോക്കിയാലും പിന്നാലെ ഉണ്ടാവും, ചിരിയും കളിയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആലപ്പാട്ട് ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ പുത്തമ്പള്ളിയുടെ നേരെ മുമ്പിലാണ് ഈ ആലപ്പാട്ട് എന്ന് പറഞ്ഞാൽ, പുത്തമ്പള്ളിയല്ല ലത്തീംപള്ളിയുടെ. ഞാൻ സ്ഥിരം മെഴുകുതിരി വാങ്ങിക്കുന്ന കട, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. അപ്പോൾ അവിടുന്ന് നോക്കിയപ്പോഴാണ് ഈ ചപ്പാത്തി ഉള്ളത് 10+3 3 ഫ്രീ ആയിട്ട്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് വാങ്ങി. അപ്പോൾ 26 ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ 2 ചപ്പാത്തി ബാക്കിയുണ്ടായിരുന്നു. ബാക്കിയും കൂടി ആയിപ്പോൾ ഇനിയും 3 ബാക്കിയാണ്. പിന്നെ ഇതേ കപ്പലണ്ടി മിഠായി, സൂപ്പർ കപ്പലണ്ടി മിഠായി ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടതാണ്, നമ്മൾ വാങ്ങിയത് വെറുതെ ചതുരനിലെ പൊട്ടിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഉരിഞ്ഞ പയറുമണി. പഴം വാങ്ങിക്കാനായിട്ട് അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, സാധനങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ ഈ സമയത്തൊക്കെ വണ്ടിയിൽ തന്നെ ഇരിക്കണം, കാരണം ഇറക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിവൈൻ എന്തോ ഒരു ആവശ്യത്തിന് അക്കീനെ വിളിച്ചത് അബദ്ധമായി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫോണിൽ കൂടെ അക്കി എന്നുള്ളൊരു വിളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ചാക്കു എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓടി വന്നിട്ട് ഫോൺ തട്ടിപ്പറിച്ച് കൊണ്ടുപോയിട്ട് വർത്താനം പറയില്ല പണി കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് റോസയും തക്കുടുള്ള കാരണം അവനെന്താ പറയുക, അക്കീനെ വിളിക്കുക, അക്കീനെ സംസാരിക്കുക, പേപ്പനെ വിളിക്കുക, ഉമ്മൻ കൊടുക്കുക, ആകെ ബഹളമായിരുന്നു ഇന്ന്. അപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ്റെ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും കരച്ചിലാണ്. അപ്പം ഞാനിത് കാണിക്കാം, ഇതിപ്പോൾ അക്കിക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അക്കിക്കും അവിടുന്ന് ഫോണിൽ കൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവൻ്റെ എക്സ്പ്രഷൻ എന്നറിയില്ലല്ലോ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാൻ അക്കിക്ക് അയക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അംഗം. അപ്പോൾ ഹലോ വിളിക്കും. അത് കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ പറയും, പേപ്പാന്ന് വിളിക്കും. എന്തൊക്കെയാണ് അവൻ പറയണതെന്ന് അവന് തന്നെ അറിയില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ പാച്ചു അതെ ഇങ്ങനെ അക്കീനെ ഇടയ്ക്കേ വിളിക്കും. അപ്പോൾ നാളെ റോസ പറയായിരുന്നു, കോള് വന്നപ്പോൾ ഡിംപിളാന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പോൾ പാച്ചു വന്നിട്ട് ബീൻസി മമ്മീനെയും വർക്കിച്ചനെയും ഒക്കെ വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുത്തുന്ന്. അപ്പോൾ അതാണ് ഇവർക്ക് റോസ അല്ലെങ്കിൽ അക്കി ഇവരെ വിളിക്കലാണ് ഈ 2 ആൾക്ക്. തോമുവിന് അങ്ങനത്തെ ക്രേസും കാര്യങ്ങളൊന്നും കേട്ടോ. അപ്പോൾ ഇത് അക്കിയാന്ന് അറിഞ്ഞപ്പോൾ പാച്ചു വരെയാണ് അക്കിക്ക് അക്കിയുടെ ഫോണിലേക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവർ 2 പേരും തമ്മിലായി അംഗം. അപ്പോൾ പാച്ചുവിനും വേണം അക്കീനെ വിളിക്കണം, തോമൂനും ചാക്കോച്ചനും വേണം. അങ്ങനെ അവസാനം ചാക്കോച്ചൻ തള്ളി മാറ്റി. പിന്നെ ഡിവൈൻ ഫോൺ വാങ്ങിച്ചപ്പോൾ കരച്ചിലായി. പിന്നെ അവൻ്റെ കരച്ചിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോൺ വാങ്ങി. അപ്പോൾ അക്കിയാന്ന് വെച്ചാൽ ഈ ഫോണ് ഓൺ ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ അവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവില്ല. അപ്പോൾ നമ്മളങ്ങനെ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് കട്ട് ചെയ്യും. കാരണം കുട്ടികൾ ഇവരിവിടെ കളിക്കും. പക്ഷേ നമ്മൾ അങ്ങേ തലക്കിരിക്കുന്നവരുടെ ഒരു ഇതും കൂടി നോക്കണ്ടേ. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഞാനത് ഫോൺ കട്ട് ചെയ്യും കേട്ടോ. ഞാനായാലും ഡിവൈനായാലും കട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ്. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് പോൾസം പേപ്പർ വന്നു, അക്കി വായോ എന്ന് പറഞ്ഞ് വഴിക്കുമ്പോൾ കരച്ചിൽ മാറി ശ്രദ്ധിക്കുകയാണ്. ഇതെന്താ അത് വരുമോ ഇപ്പോൾ? അപ്പോൾ ഞാൻ റോസ വായോ, തക്കുട് വായോ, ചാക്കോച്ചനെ കൊണ്ടൊക്കെ വണ്ടിയിൽ കയറി പൊക്കോന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് വണ്ടിയുമ്പോൾ കയറി പുറപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അത്ര ആയപ്പോഴേക്കും അവൻ്റെ മൈൻഡൊക്കെ മാറി. അത് കഴിഞ്ഞ് പാട്ട് വെച്ചപ്പോൾ ഡാൻസായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡാൻസിൻ്റെ ഒരു മേളാണ് ഇവിടെ. ഞങ്ങൾക്ക് 7 മണി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോൾ വോൾട്ടേജ് ഇരട്ടിയാണ്. അതായത് ചാക്കോച്ചൻ വലുതായി തുടങ്ങി, മറ്റവരൊക്കെ നല്ലോണം വർത്താനം പറഞ്ഞു തുടങ്ങി. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യും, പാട്ട് പാടും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും പറയണ പോലെ ഒരു കൗതുകമാണ് ഈ 3 ആളും കൂടിയിട്ടുള്ളൊരു മേളം കാണുമ്പോൾ. അപ്പം ഞങ്ങളിങ്ങനെ 3 ആൾ കളിക്കുമ്പോഴാണ് ഞങ്ങൾ ആലോചിക്കുക കെസ്റ്ററും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ എന്നുള്ളത് കേട്ടോ.
അത് എപ്പോഴും നമ്മൾ എന്താ പറയുക, മൂന്നാളുള്ളപ്പോൾ അപ്പം നമ്മൾ പറയില്ലേ കാണാണ്ട് പോയി എന്നെ അന്വേഷിക്കുക നമ്മളെന്ന് പറയില്ല. ആ പറഞ്ഞ പോലെ ഇവർ 3 പേരെ കളിയും കാര്യങ്ങളും കാണുമ്പോൾ അപ്പം ഞങ്ങൾ ആലോചിക്കുക കെസ്റ്ററിനെ കുറിച്ചാണ്. പിന്നെ അവൻ നല്ല സന്തോഷമായിട്ട് എന്താ പറയുക, നമ്മളുടെ ഇവിടെ നിന്ന് മരിച്ചു പോയവരുടെയൊക്കെ കൂടെ അവിടെ സന്തോഷിക്കുന്നുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസമാണല്ലോ നമുക്ക്. പിന്നെ എല്ലാം നല്ലതിന്, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ലല്ലോ. ഇനിയിപ്പോൾ ജൂണിൽ ഇതേ ബർത്ത്ഡേ വരികയാണ്, അവൻ്റെ ബർത്ത്ഡേയും പിറ്റേ ദിവസം അവൻ്റെ ഡെത്ത് ഡേയും. അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പോൾ 2 പേരും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഒട്ടിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഒട്ടിക്കില്ല എന്ന്. അപ്പോൾ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അനുസരണയില്ലാത്ത മക്കളാണെന്ന് വിചാരിക്കുന്നതൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഡോൺ പറഞ്ഞു, ഇത് എന്തൊട്ട് ഒട്ടിക്കില്ല മമ്മിയെ. അപ്പോൾ ഡിംപിളും പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ അവർക്ക് എന്ത് പറയണമെന്നറിയില്ല. അപ്പോൾ വേഗം ഒട്ടിക്കാനായിട്ട് നിന്നു. അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ഒട്ടിച്ചു തന്നു. ഇനി വേണ്ട, ഇത്രയ്ക്കൊക്കെ മതി എന്ന് പറഞ്ഞു. എന്നാൽ ശരി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഈ നടുക്കത്തെ ആളെ ഒട്ടിച്ചു കൊടുത്ത് ഞാൻ മറ്റേ ക്രോസ് എടുത്തപ്പോൾ ഇത് പോയിൻ്റ്. അപ്പോൾ ഇത് തുടക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ചത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ സ്വിച്ച് ബോർഡ് തുടച്ചു, നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചപ്പാത്തി നല്ല ചപ്പാത്തി കേട്ടോ. അപ്പോൾ ഡിവൈൻ്റെ വക ബീഫ് കറിയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കറി തന്നെ ധാരാളമായിരുന്നു, നല്ല ചൊകച്ചൊകാന്നുള്ള കറിയായിരുന്നു. അങ്ങനെ അപ്പനും മക്കളും കയറി. ഡിവൈൻ കുറച്ച് നേരത്തെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഡിവൈൻ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കണം. അപ്പോൾ മറ്റേ ഓർണമെൻറ്റ്സിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ആൾ കുളിക്കാൻ പോയത്. അപ്പോഴേക്കും ഇവിടെ ഡാഡിയും മോളും കൂടിയിട്ട് കുറച്ച് സാധനങ്ങൾ, അപ്പം നമ്മൾ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ തിരിച്ച് വന്ന ഇരട്ടിപ്പണിയാണ്. അതുവരെയുള്ള ഓർഡറുകൾ ഒരുമിച്ചെടുത്ത് അത് സെൻഡ് ചെയ്യാനായിട്ട് ഇരിക്കണം. അപ്പോൾ അതനുസരിച്ച് നേരം വൈകും. ഇന്നിപ്പോൾ സാധാരണ ഞാൻ 10:30 ആകുമ്പോഴേക്കും എല്ലാം കഴിയാറുണ്ട്. ഇന്നിപ്പോൾ അതേ 12:30 1 മണി ആവാറായിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാതിരിക്കുന്നത്. കാരണം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ആ സമയം മുഴുവൻ നമ്മളുടെ കണക്കൂട്ടൽ കംപ്ലീറ്റ് തെറ്റെന്ന് പറയില്ലേ, അങ്ങനെയാണ് ഈ ഓൺലൈൻ ബിസിനസ് ആകുമ്പോഴുള്ള പ്രശ്നം അതാണ് കേട്ടോ. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നും കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിലുള്ള എന്താ പറയുക ഗുണമുണ്ട് ദോഷമുണ്ടെന്ന് പറയില്ലേ, അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. നമ്മുടെ വീട്ടിലിരുന്നും കൊണ്ട് നമ്മളുടെ കുട്ടികൾക്കായാലും അവരാർക്ക് കൈപ്പറ്റാവുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാമല്ലോ. അങ്ങനെ ഡിവൈനും ഞാനും കൂടിയിട്ട് ഇതാ വീഡിയോ എടുക്കാതിരുന്നപ്പോഴാണ് അപ്പുറത്ത് പാച്ചുട്ടൻ ഒന്ന് വീണിട്ട് ഉള്ള കരച്ചിലും ബഹളവും. അപ്പോൾ അത് കഴിഞ്ഞ് ഡിവൈനും പോയി കിടന്നതിന് ശേഷമാണ് ഞാൻ സാധനങ്ങൾ എടുത്ത് പുറത്ത് വെച്ചത്, വാങ്ങിയ സാധനങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി വലിച്ചു വാരിയിട്ടിട്ട് കുട്ടികൾ കിടന്ന് ഇങ്ങനെ എന്താ പറയുക ഒക്കെ വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ അത് പണിയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവരുടെയൊക്കെ ഉറക്കം കിടന്നതിന് ശേഷമാണ് ഇതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ഇപ്പം ഞാൻ ഒതുക്കാറുള്ളത് കേട്ടോ, അല്ലെങ്കിൽ ഇരട്ടി പണിയാവും എനിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്നും കാര്യമായിട്ട് വാങ്ങിച്ചില്ല. ബിസ്ക്കറ്റ് 1-2 കൂട്ടം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മസാലകൾ 2-3 തരം, ഫിഷ് മസാല, മീറ്റ് മസാല, ഗരം മസാല, അങ്ങനെയുള്ള 2-3 തരം മസാലകൾ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചു എന്ന് പറയാമല്ലോ. ഒരു കേക്ക് കുട്ടികൾക്ക് വാങ്ങി, ഡോനട്ട് വാങ്ങി. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ജസ്റ്റ് കാണിച്ചെങ്കിലും എന്താണ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇത് പൊട്ടിച്ചിട്ട് ഞാൻ വെച്ചിട്ട് നിങ്ങളോട് അതിൻ്റെ അഭിപ്രായം പറയാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇന്നലെ വന്നതാണ് കേട്ടോ, പ്രീമിക്സാണ്. അതായത് ഇതാ ഇൻസ്റ്റൻറ്റ് ടീ പ്രീമിക്സ്. നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിതിങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ തുറക്കണത് പോലും. അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോഴാണ്, അപ്പോൾ അതിൽ ഹെർബ്സിൻ്റെയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ 25 ഇതുപോലത്തെ സാഷയാണ് കണ്ടോ, 25 സാഷയാണ്. ശരിക്കും സാധാരണ നമ്മളിപ്പോൾ കാപ്പിയൊക്കെ ഇടുമ്പോൾ കുറവ് പോലെ തോന്നുന്നത് നമുക്ക്, പക്ഷേ ഒരു സാഷ പോരല്ലോ എന്ന്. പക്ഷേ ഇതങ്ങനെയല്ല എൻ്റെ പൊന്നെ, ഇതിപ്പോഴും എൻ്റെ തൊണ്ടയൊക്കെ എന്താ പറയുക ഭയങ്കര ഒരു എരിവും ഒരു ചൊടിയൊക്കെ ആയിട്ട് ഇരിക്കണേ. അപ്പോൾ ഇതാണ് ഈ സംഭവം. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മറ്റേ ചായക്കപ്പിലേക്ക് ഇത് പൊട്ടിച്ചിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിക്കുക, സ്പൂൺ കൊണ്ട് ഇളക്കുക, ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ 180 രൂപയാണ് ഇതുപോലത്തെ MRP, 25 സാഷേ. അങ്ങനെ വരുമ്പോൾ 7 രൂപ 50 പൈസയാണ് ആവണത്. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 180 രൂപ കൊടുത്തിട്ടില്ല, എന്തോ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല എന്താ പറയുക നല്ല എല്ലാ മസാലകളും ചേർന്നിട്ടുള്ള ഒരു നല്ല ഹെർബൽ ടീ കേട്ടോ, നല്ല ടേസ്റ്റ്. അങ്ങനെ എനിക്ക് ടേസ്റ്റല്ല, ഭയങ്കര എരിവും ലെമണിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ എരിവും ഭയങ്കര ഒരു എരിവായിരുന്നു തൊണ്ടയ്ക്കൊക്കെ. ഒരു സുഖമുണ്ട് അത് ശരിക്കും കുടിച്ച് കഴിഞ്ഞപ്പോൾ. നമ്മൾ കഷായം കുടിക്കണ പോലെ കുടിക്കണം, കുറേ വെള്ളത്തിലായി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ഒരു 3 കവിള് അത്രയ്ക്കേ വെള്ളമായാലും വേണ്ടു കേട്ടോ.
അങ്ങനെ ഞാനത് കുടിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും നേരം എനിക്ക് വലിയ ചുമയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ കോണിയിൽ അവിടെ ഒട്ടിച്ച സ്റ്റിക്കറാണ് കേട്ടോ. എൻ്റെ ബെഡ്റൂമിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സൗകര്യം പോലെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഡിവൈൻ പോയി. ഡിംപിളുടെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഡിംപിളിന് ഞാനാണ് ഇന്ന് ഫുൾ ഷൂട്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഇത് കണ്ടോ എങ്ങനെയുണ്ട്, അവിടെ തുടക്കുകയും കൂടി ചെയ്തപ്പോൾ നല്ല ക്ലീനായില്ലേ. അപ്പോൾ ഇനി ബാക്കി ഭാഗങ്ങൾ കുറേശ്ശെ തുടയ്ക്കണം. ആ മോള് പറഞ്ഞ പോലെ വെറ്റ് വൈപ്സ് വെച്ച് വെറുതെ തുടച്ചിട്ടുള്ളൂ. ഞാൻ സോപ്പ് ഇടുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ സോപ്പ് ഇട്ടിട്ട് സ്ക്രബ് ചെയ്താൽ കുറച്ചും കൂടി ഭംഗി വെളുക്കുന്നു തോന്നുന്നുണ്ട്. കാരണം ഡിവൈൻ ഒരു ദിവസം അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സ്റ്റിക്കർ ഒട്ടിച്ച സമയത്ത് നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികളെ വെച്ചിട്ട് നേരെ കിട്ടണില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നാളെ ഡിവൈൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോയും ഡിംപിളുടെ പർച്ചേസിങ് വീഡിയോയും കാണാൻ മറക്കരുത്. കൂട്ടത്തിൽ എൻ്റെ ഡ്രീം കളക്ഷൻസും. അപ്പോൾ നാളെ കാണാം. ബൈ.